നമുക്ക് വേദിയുടെയും വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ. അപ്പൊ ഇന്നത്തെ വിശേഷമൊക്കെ വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടോ. അപ്പൊ എല്ലാരും മറക്കാതെ കയറി കാണാൻ ശ്രമിക്കണേ. അങ്ങനെ ഇന്നത്തെ കഥയില് വിക്രം മുറിയിലേക്ക് കയറി ചെന്നു. വിക്രത്തിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. കാരണം വേദ ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വിക്രത്തിനാണ് ഉറക്കവും വന്നില്ല. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് വിക്രം ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് വിക്രം ഫോൺ എടുത്ത് നോക്കിയത്. അതിനകത്ത് വേദയുടെ ഒരു ഫോട്ടോ, മുല്ലപ്പൂ വെച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ കണ്ടു. പെട്ടെന്ന് വിക്രം ആ സൈഡിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ വേദ തലയെ വെച്ച് ആ മുല്ലപ്പൂ കാണുവാണ്. അത് വേദ തലയെ വെച്ചതാന്ന് ഉള്ള കാര്യം അപ്പോഴാണ് വിക്രത്തിന് ഓർമ്മ വന്നേ. പെട്ടെന്ന് വിക്രം അത് പോയി എടുത്തു. അതിങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. വല്ലാത്തൊരു ഫീലിങ്സ് ഉണ്ടായി. പിന്നീട് ആ മുല്ലപ്പൂ അവിടെ വന്ന എങ്ങനെയാന്ന് വിക്രം ഇങ്ങനെ ആലോചിക്കുകയാണ്. ഒരു ദിവസം താനും വേദയും കൂടെ ക്ഷേത്രത്തിലേക്ക് പോയത്. ക്ഷേത്രത്തിൽ തൊഴുത് പ്രാർത്ഥിച്ച് രണ്ടുപേരും കൂടെ ഇറങ്ങി വരുവാണ്. അപ്പോഴാണ് ഒരു പെൺകുട്ടി അങ്ങോട്ട് നടന്നു പോകുന്നത് കണ്ടേ. ആ സമയം വിക്രം അതിനെ തന്നെ ഇങ്ങനെ നോക്കി. ആ സമയം വേദ അത് ശ്രദ്ധിച്ചു. വേദ ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, കൊള്ളാം, കുറുക്കൻ ചത്താലും കണ്ണ് കോഴിക്കൂട്ടി തന്നെ അല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, ഇതെന്നെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ. എന്താ വിക്രത്തിനെ മാത്രം ഉദ്ദേശിച്ച് പറയാൻ പറ്റുള്ളോ? എനിക്ക് മനസ്സിലായി അതെന്താ അങ്ങനെ പറഞ്ഞേന്ന്. എന്ത്? അല്ല, ഞാൻ ആ പെൺകുട്ടിയെ നോക്കിയതുകൊണ്ടല്ലേ. പെൺകുട്ടിയോ? ഏത്? ആ പോയതോ? അല്ല പിന്നെ. അതെ, ശരിക്കും ഒന്നുകൂടെ പോയി നോക്കുവാണെങ്കിലേ അതിന് ചിലപ്പോൾ ഒരു പെൺകുട്ടി കാണുമെന്ന് പറഞ്ഞു. അതെ, ഞാൻ അതിന്റെ പ്രായമൊന്നും നോക്കില്ല, അതിന്റെ മുഖത്തേക്കൊന്നും നോക്കില്ല. പിന്നെ നോക്കുന്ന കണ്ടായിരുന്നല്ലോ. അത് ഞാൻ എൻ്റെ മുടിയും തലമുടിയെ ചൂടിയേക്കുന്ന മുല്ലപ്പൂവാ നോക്കിയെന്ന് പറഞ്ഞു. മുല്ലപ്പൂവാ? ഇനിയിപ്പൊ അത് പറഞ്ഞാൽ മതിയല്ലോ. അത് കേട്ട് കഴിഞ്ഞപ്പോ വേദ പറഞ്ഞു, അതെ, ഇനിയിപ്പൊ ഇങ്ങനെ ഓരോരോ കള്ളത്തരങ്ങളൊക്കെ പറയും. ആ പെൺകുട്ടിയെ നോക്കണമെങ്കിൽ അത് പറഞ്ഞാൽ പോരെ. പിന്നെ ഞാൻ അത് തന്നെയാ നോക്കിയത്, വേറൊന്നും നോക്കിയില്ല എന്ന് വിക്രം തർക്കിച്ചു. പിന്നീട് വിക്രം പറഞ്ഞു, എന്നെ പൂവാലന്മാരുടെ കൂട്ടത്തിലൊന്നും കൂട്ടണ്ട. ഞാനേ സാക്ഷാൽ ദുർവാസാവായി. എന്റെ താമസം അളക്കാനൊന്നും ഒരു പെണ്ണിനും പറ്റില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോ വേദ പറഞ്ഞു, പിന്നെ ഇനി അത് പറഞ്ഞാൽ മതി, അല്ലെങ്കിലും ആരാണ്ട് വരുന്നു എന്ന് പറയണം. ഇത് കേട്ടപ്പോ വിക്രം പറഞ്ഞു, പിന്നെ നീയൊന്ന് പോയി തന്നാ മതി. എന്റെ പിന്നാലെ ഇഷ്ടം പോലെ പെൺകുട്ടികൾ വരുമെന്ന് പറഞ്ഞു. വേദ പറഞ്ഞു, പിന്നെ ഞാൻ പോയിട്ടുണ്ട്, ഇപ്പൊ ആരാണ്ട് ഇങ്ങോട്ടേക്ക് വരുമല്ലേ എന്നും പറഞ്ഞു വേദ അങ്ങ് നടന്നു. അപ്പോഴേക്കും വിക്രം ചോദിച്ചു, ഞാൻ പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ലേ? പോയി തരണമെന്ന് പറഞ്ഞ് വിഷമമായെന്ന് ചോദിച്ചു. വേദ ചോദിച്ചു, ആർക്ക്? എനിക്കോ? പിന്നല്ലാതെ. പിന്നെ എനിക്ക് വിഷമമൊന്നും ആയിട്ടില്ലെന്ന് പറഞ്ഞു. ആ സമയം വിക്രം പറഞ്ഞു, പിന്നെ ഇതിന്റെ മുഖം ഇങ്ങനെ ആയത്? അത് വെറുതെ. അതെ, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ആരും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഒരു ദിവസം ഞാൻ ആരോടും പറയാതെ ഒരു പോക്കം കൂടെ പോകുന്നു പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വിക്രം ചോദിച്ചു, സീരിയസ് ആണോന്ന് ചോദിച്ചു. വേദ പറഞ്ഞു, സീരിയസ് ആണോന്ന് ചോദിച്ചാൽ സീരിയസ് ആയിട്ട് സംസാരിക്കും, നമ്മൾ സീരിയസ് ആയിട്ട് സംസാരിക്കണ്ടേന്ന് ചോദിച്ചു. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, ഞാനത് വെറുതെ പറഞ്ഞല്ലേ, എത്ര കാര്യമായിട്ട് എടുക്കണ്ട. ആ സമയം വേദ പറഞ്ഞു, ആയിക്കോട്ടെ, ഞാനും വെറുതെ പറഞ്ഞതാ. പിന്നീട് വിക്രം ചോദിച്ചു, അല്ല, വേദയ്ക്ക് മുല്ലപ്പൂ വെക്കുന്ന ഇഷ്ടമാണോ? ഹാ, അപ്പൊ എന്നിട്ട് വേണം ഞാൻ മുല്ലപ്പൂ വെച്ചിട്ട് വേണം ആ പോയ പെങ്കിച്ചിനെ ഓർക്കാൻ. കൊള്ളാലോ ആളെന്ന് പറയണം. അയ്യോ, ഞാൻ അത്രക്കാരനൊന്നും അല്ലാന്ന് പറഞ്ഞു. ആ സമയം വേദ പറഞ്ഞു, അതെ, എനിക്ക് ഈ മുല്ലപ്പൂവൊക്കെ ഇഷ്ടമാണ്, പക്ഷെ അതിന്റെ മണം അത്ര ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അങ്ങടെ മുല്ലപ്പൂ വെക്കാറില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, മണമില്ലാത്ത മുല്ലപ്പൂ വെച്ചാൽ മതി. മണമില്ലാത്തോ? അതെ, ആൾക്ക് ഇത്ര വലിപ്പമൊക്കെ ഉണ്ടെന്നല്ലേ ഉള്ളൂ, തലയ്ക്കകത്ത് ആള് താമസം ഇല്ലല്ലേ, ബുദ്ധിയും ബോധമൊന്നും ഇല്ലല്ലേ എന്ന് വിക്രത്തിനോട് വേദ ചോദിച്ചു. അതെന്താ അങ്ങനെ പറഞ്ഞേ? മുല്ലപ്പൂവിന് പിന്നെ സ്മെല്ലല്ലാതെ വേറെ എന്താ ഉണ്ടാകുന്നത്? എനിക്ക് മുല്ലപ്പൂവിന്റെ സ്മെല്ല് ഇഷ്ടപ്പെടത്തില്ല, എനിക്ക് റോസിന്റെ സ്മെല്ലാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, ഓ അങ്ങനെയാണോ? അങ്ങനെയാണ് ഇവിടെ നിൽക്കുക, ഇപ്പം ഞാനൊരു കാര്യം കാണിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു. എന്ത്? നിൽക്കാൻ പറഞ്ഞു. പിന്നീട് വേദ അവിടെ നിർത്തിയിട്ട് വിക്രം അടുത്തുള്ള കടയിലേക്ക് ചെന്നു. കുറച്ച് പൂ വാങ്ങിച്ചുകൊണ്ട് വരുവാണ്. ആഹാ, ഇതെന്താ പ്ലാസ്റ്റിക് പൂവെന്ന് ചോദിച്ചു. വേദ അത് വാങ്ങിച്ച് നോക്കി കഴിഞ്ഞിട്ടാണെങ്കിൽ ചോദിക്കുന്നത്, അതെ, പ്ലാസ്റ്റിക് പൂവൊന്നും അല്ല, ഇത് കടലാസ് മുല്ലപ്പൂവെന്ന് പറയണ. കടലാസോ? അതെ, ഒറിജിനലെ വെല്ലുന്ന സാധനമാണ്, കണ്ടില്ലേ, ശരിക്കും മുല്ലപ്പൂ പോലെ തന്നെ, ഒട്ടും വെയിറ്റും ഇല്ല. ഇനി ഇത്തിരി റോസിന്റെ സ്പ്രേ അടിച്ചാൽ മതി, അപ്പം നല്ല റോസിന്റെ സ്മെല്ലും കിട്ടും. മുല്ലപ്പൂ വെക്കാൻ എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? കൊള്ളാം, നല്ല ഐഡിയ തന്നെ. അല്ല, ഇത്ര വിഷമിച്ച് ഈ പൂ ഞാൻ വെക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം എന്ന് ചോദിച്ചു. അല്ല, അങ്ങനെ കാണാനായിട്ടൊരാഗ്രഹം, എൻ്റെ ആഗ്രഹം കൊണ്ട് പറഞ്ഞല്ലേ. ആ ശരി, ആഗ്രഹമാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വെച്ചേക്കാം. ഇനിയിപ്പം വാങ്ങിച്ചോണ്ട് വന്നിട്ട് വെച്ചില്ലെന്ന് വേണ്ട. അല്ല, ഇത്ര വലിയ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് പൂവ് മേടിച്ച് തന്നാൽ മതിയായിരുന്നു, ഞാൻ വെച്ചേനെന്ന് പറഞ്ഞു. വിക്രം പറഞ്ഞു, എന്നപ്പോൾ ഞാൻ മേടിച്ചോണ്ട് വരട്ടെ? വേണ്ട, ഇനിയിപ്പോൾ ഇത് വേണ്ട, ഇത് വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല, ഇത് തന്നെ ഞാൻ വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മുല്ലപ്പൂ അങ്ങ് തലയിലേക്ക് വെച്ചു കഴിഞ്ഞിട്ട് നോക്കി വിക്രത്തോട് ചോദിച്ചു, എങ്ങനെയുണ്ട്, കൊള്ളാമെന്ന് ചോദിച്ചു. വിക്രം കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. ആ സമയത്ത് വിക്രം പറഞ്ഞു, കൊള്ളാം, നന്നായിട്ടുണ്ട്. ഈ സമയത്ത് വേദ പറഞ്ഞു, ഓ, അപ്പം എന്നെ കാണാനൊക്കെ ഭംഗിയുണ്ടെന്ന് സമ്മതിച്ചല്ലേ?
വിക്രം പറഞ്ഞു, കാണാൻ അത്ര വലിയ മെനയൊന്നും ഇല്ല, പിന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞോളാന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദയ്ക്ക് ചിരി വന്നു. അങ്ങനെ രണ്ടുപേരും കൂടെ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ ആ മുല്ലപ്പൂവാണ് അവിടെ ഇരുന്നത്. വിക്രത്തിന് അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. പിന്നീട് വിക്രം തൻ്റെ ആ ഫോണിനകത്തുള്ള ഫോട്ടോയൊക്കെ കണ്ടിങ്ങനെ കണ്ണീര് പൊഴിക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും, വേദ ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വിക്രത്തിനുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം നന്ദിനി രാധയെ അന്വേഷിച്ച് ചെല്ലുവാണ്. അപ്പോൾ കുറേ ഓട്ടോ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അങ്ങനെ നന്ദിനി രാധയെ കണ്ടു കഴിഞ്ഞപ്പത്തിന് ഓടുന്ന രാധയുടെ അടുത്തേക്ക് നിന്നു. രാധയെന്നൊക്കെ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പത്തിന് രാധ ചോദിച്ചു, ഓട്ടോ വിളിക്കാനാണോ? അങ്ങനെയാണെങ്കിൽ അതെ, ആ ഫ്രണ്ടിൽ കിടക്കുന്ന ഓട്ടോ വിളിച്ചോ, ഇത് ക്യൂവിലാന്ന് പറയണം. ഫ്രണ്ടിൽ കിടക്കുന്ന ഓട്ടോ പോയാലോ പുറകെ കിടക്കുന്ന ഓട്ടോ വിളിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നന്ദിനി പറഞ്ഞു, രാധേ ഞാൻ നിന്നെ കാണാൻ വന്നതാ. എന്നെ കാണാനോ? എന്നെ കാണാൻ എന്തിനാ നന്ദിനി അടുത്ത് വരുന്നത്? നിങ്ങളുടെ സ്റ്റാറ്റസിന് ചേരുന്ന ആളല്ല ഞാൻ. ഇതേ രാധേ, നീ ഇങ്ങനൊന്നും പറയരുത്. അങ്ങനെ പറഞ്ഞ് എങ്ങനെ ശരിയാവുന്നേ? ഞാനും നിന്നെപ്പോലെ തന്നെയാ വലിയ സ്റ്റാറ്റസുള്ള കുടുംബത്തിൽ നിന്നും അല്ല വന്നത്, അറിയാലോ. ഒരു പക്ഷേ നിന്നേക്കാളും ഒരുപടി താണ് കിടക്കുന്നവളായിരുന്നു ഞാൻ. അതുകൊണ്ടാണല്ലോ ജോലിയും കോലിയും ഒന്നും ഇല്ലാത്ത മിനിയേൻ്റെ ആലോചന വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടുകാർ പെട്ടെന്ന് എന്നെ അങ്ങോട്ട് കെട്ടിച്ചു വിട്ടത്. അല്ലാതെ എനിക്കിഷ്ടം പോലെ പൈസയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ അങ്ങനെ കെട്ടിച്ചു വിടുമായിരുന്നു എന്ന് ചോദിച്ചു. പിന്നെ അവിടെയുള്ള ശ്രീജടുത്ത് ഈ പറയുന്ന വലിയ വീട്ടിൽ നിന്നും വന്നൊന്നും അല്ല എന്ന് പറഞ്ഞു. അല്ല നന്ദിനി അടുത്ത് എന്നോട് എന്തിനാ ഇതൊക്കെ പറയണേ, അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു. അതെ, ഇപ്പം ഇതൊക്കെ ഇവിടെ പറയാനുള്ള കാരണമുണ്ട്, അതുകൊണ്ടാ. എന്ത് കാരണം? അല്ല നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം ഞാനും ശ്രീജടുത്തിയും പോലെ തന്നെ വേറെ അത്തരം അതേ ലെവലിലുള്ള ഒരാളാ ആ വീട്ടിലേക്ക് വന്നിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു. ഇപ്പം രാധയായിരുന്നെങ്കിലോ നല്ല സുഖമായിട്ട് നമുക്ക് 3 പേർക്കും ഒരുമിച്ച് പോവായിരുന്നു. ഇതൊക്കെ എന്തിനാ നന്ദിനി അടുത്ത് ഇപ്പം പറയണേ? അല്ല വേറെ ഒരുത്തിയല്ലേ വന്നിരിക്കുന്നേ, വലിയ കൊമ്പത്തി ഒരുത്തി വേദ. ഓ അതാണോ? അത് പറഞ്ഞുകൊണ്ട് വന്നാണോ? എനിക്ക് അവരുടെ ഒന്നും ഒരു കാര്യവും കേൾക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നന്ദിനി പറഞ്ഞു, കേൾക്കണ്ടെന്ന് നീ പറഞ്ഞാലും എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ രാധെ. എന്താണെങ്കിലും അവളുടെ ശല്യം തീർന്നെന്ന് പറയണം. ശല്യം തീർന്നെന്നോ? അതേനെ, വേദ വിക്രത്തെ ഉപേക്ഷിച്ച് വീട്ടിൽ നിന്ന് പോയെന്ന് പറഞ്ഞു. വിക്രമേണ്ണ ഉപേക്ഷിച്ചിട്ട് വേദ പോവാനോ? വെറുതെ പറയല്ല, ഞാൻ തന്നെ കള്ളത്തരം പറയണേ. അവളെ വീട് വിട്ട് ഇറങ്ങിപ്പോയി. വിക്രം മലയ്ക്ക് പോയിട്ട് വന്ന സമയത്ത് വേദ വീട്ടിലില്ല. അതിനു മുമ്പ് തന്നെ വേദ പോയി. അവൾ പോകുന്ന സമയത്ത് പറഞ്ഞിട്ട് പോയി, ഇനി ഞാൻ ഇങ്ങോട്ടേക്കില്ല, എന്നെ അന്വേഷിച്ച് ആരും വരണ്ട. അവളുടെ കണ്ണീരിൽ നിന്ന് ഒരിറ്റി കണ്ണീര് വീഴുന്നുണ്ടോയെന്ന് ഞങ്ങൾ നോക്കി. ആ സമയത്ത് അവൾ മുഖം തിരിച്ചു പിടിച്ചൊരു ഒറ്റ പോക്കായിരുന്നു. ഇനിയിപ്പം നീ പേടിക്കണ്ട. ഇനിയിപ്പം വിക്രത്തിൻ്റെ ഭാര്യയായിട്ട് നീയല്ലേ ആ കുടുംബത്തിലേക്ക് വരാൻ പോന്നേ. ഇനിയിപ്പം നീ ആ കുടുംബത്തിൻ്റെ മരുമോളാകാൻ പോവാന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം രാധ പറഞ്ഞു, നന്ദിനെ അടുത്തിട്ട് തലയ്ക്കെന്താ വല്ല ഓളം ഉണ്ടോയെന്ന് ചോദിച്ചു. അതെന്താ, ഭാര്യയും ഭർത്താവും ആകുമ്പം ചിലപ്പോൾ വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, സ്വാഭാവിക. അവർ കുറച്ച് ദിവസം അകന്നിരുന്ന് കഴിയുമ്പോഴത്തേന് അവർ തമ്മിലുള്ള ഇഷ്ടവും കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാവും. അപ്പോൾ അവർ വീണ്ടും ഒന്നാകും. അതിൻ്റെ ഇടയ്ക്കിലേക്ക് കയറാൻ പോയിട്ടുണ്ടെങ്കിലേ നമ്മളായിരിക്കും ശരിക്കും നാണം കിടുന്നേ. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ വഴക്കും പിണക്കും ഒക്കെ സർവ്വസാധാരണമാണെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല നന്ദിനിക്ക്. നന്ദിനിക്ക് രൂക്ഷമായിട്ട് രാധേനെ ഒന്ന് നോക്കി. രാധേ, ഞാൻ വന്ന് പറഞ്ഞൊരു നല്ല കാര്യമല്ലേ? അതെ, 2 മുട്ടനാടുകളെ തമ്മിൽ ഇടിപ്പിച്ച് ചോര കുടിക്കാൻ നോക്കണ്ട നന്ദിനിയെടുത്തി, അതിവിടെ നടക്കില്ല. ദേ ഈ കാര്യം പറഞ്ഞുകൊണ്ട് മേലാൽ എൻ്റെ അടുത്തേക്ക് വന്നേക്കല്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നന്ദിനി പറഞ്ഞു, രാധ നീ എന്താ ഇങ്ങനെ പറയണേ? വേണ്ട വേണ്ട, നന്ദിനിയെടുത്തിയുടെ സ്വഭാവം എനിക്ക് മനസ്സിലായി. നന്ദിനിയെടുത്തിയേ ഞങ്ങളെ തമ്മിൽ തെറ്റിച്ചിട്ട് അവിടെ പണി വെക്കാനല്ലേ, അതിനിയിപ്പോൾ എന്തായാലും നടക്കില്ല. നന്ദിനിയെടുത്തി വന്ന വഴിയെ തന്നെ പോകാൻ നോക്ക്. വിക്രമേണ്ണ എന്താ ഏതാന്നൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായതാ. വിക്രമേണ്ണ സ്വഭാവം അറിയാം. എനിക്കിനി ആ മനസ്സിലൊരു സ്ഥാനമില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടേ ആ പരിപ്പി കലത്തി വേവില്ല, സ്ഥലം വിടാൻ നോക്ക്. ഇതേ ഓട്ടോ വിളിക്കാനാണെങ്കിൽ തൊട്ട് മുമ്പിലത്തെ ഓട്ടോ പോയിട്ടുണ്ട് എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ രൂക്ഷമായിട്ടൊന്ന് നോക്കി. അപ്പോഴേക്കും രാധയ്ക്ക് ഒരു ഓട്ടം വന്നു. രാധ പറഞ്ഞു, എന്നാൽ ശരി പോവാന്ന് പറഞ്ഞ് രാധ അങ്ങോട്ട് പോയി. നന്ദിനിക്ക് ദേഷ്യമായി. ഇവളോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഈ സമയത്ത് എങ്ങനെയെങ്കിലും ഇവളുടെ മനസ്സിലേക്ക് ഒന്ന് വന്ന് എരിവരി കയറ്റിക്കൊടുത്ത് വിക്രത്തിനെ ഇവളെ കൂടെ ഒന്നിപ്പിക്കാൻ ശ്രമിച്ച അത് ചീറ്റിപ്പോയി. നന്ദിനി ആകെപ്പാടം നാണം കെട്ട് തല കുണിച്ച് അങ്ങോട്ട് പോവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ വിക്രം വേദയെ കാണിട്ട് അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങനെ ചെല്ലുമ്പോൾ ദീപ്തിയാണ് വന്ന് കഥ ഓർക്കുന്നത്. ഇതാര്, വിക്രമേട്ടനോ? അല്ല, അവൾ ഇവിടെയില്ലേ വേദ, എനിക്ക് അവളൊന്നും കാണണമെന്ന് പറഞ്ഞു. വിക്രമേട്ടൻ കയറി വാ. വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ ദീപ്തി അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ശ്രീകാന്ത് ചോദിച്ചു, എന്താടി? അതേ വിക്രമേട്ടൻ. വിക്രമേട്ടനോ? ഏത്? അല്ല, വേദേച്ചിയുടെ ഭർത്താവ് വിക്രമേട്ടൻ. അതെ, നീ എന്നിട്ട് അങ്ങോട്ട് പോവാ, വേദേച്ചി വിളിക്കാൻ. അങ്ങോട്ട് മാറി നിൽക്കടി, നീ പാരം പോയി വിളിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വർഷയും പത്മം കൂടെ ഇറങ്ങി വന്ന്, എന്താടാ? അവൻ വന്നിട്ടുണ്ട് വിക്രം, വേദയെ കണ്ട് സംസാരിക്കണം പോലും. അവനെ സംസാരിപ്പിക്കാൻ ഞാനങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞു. ഈ സമയം പത്മ പറഞ്ഞു, ഇതേ വെറുതെ വഴക്കും പ്രശ്നങ്ങളും നീ ഉണ്ടാക്കണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്.
ഇതെല്ലാം കേട്ടോണ്ടാണ് വിക്രം മുറ്റത്തേക്കുന്നത്. അങ്ങനെ ശ്രീകാന്ത് എന്നിട്ടിച്ചു, എന്താടാ? എനിക്ക് എൻ്റെ ഭാര്യയോട് സംസാരിക്കണം. നിന്റെ ഭാര്യയോ? അതൊക്കെ മുമ്പ്. ഇപ്പം അവളെ നിന്റെ ഭാര്യയൊന്നും അല്ലാന്ന് പറഞ്ഞു. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഞാൻ കെട്ടിയ താലി അവളുടെ കഴുത്തിലുണ്ടെന്ന് പറഞ്ഞു. ഓ, അതാണ് പ്രശ്നം. ഒരു കാര്യം ചെയ്യാം, ആ താലി ഞാനും കൂടെ വലിച്ചു പൊട്ടി തന്നേക്കാം. അതോടുകൂടി നിന്റെ പ്രശ്നം തീരുമല്ലോ. അത് നിന്റെ മുഖത്തെറിഞ്ഞ് തരുമ്പോൾ നിന്റെ പ്രശ്നം മാറില്ലേന്ന് ചോദിക്കുകയാണ്. ഓ, അങ്ങനെയാണോ? അന്നാ അതൊന്ന് കണ്ടിട്ട് തന്നെ ഇന്ന് ഞാൻ പോകുന്നുള്ളെന്ന് പറഞ്ഞു. ആ സമയം പത്മ പറഞ്ഞു, ഇതേ വെറുതെ ഒരു വഴക്കും പ്രശ്നം ഉണ്ടാക്കണ്ട ശ്രീകാന്തെന്ന് പറഞ്ഞു. വിക്രം പറഞ്ഞു, അങ്ങനെ പറഞ്ഞു കൊടുക്ക അമ്മയെന്ന് പറയണം. അപ്പോഴേക്ക് ശ്രീകാന്ത് ചോദിച്ചു, ആരാടാ നിന്റെ അമ്മ? ഹോ, അതെ, എനിക്കറിയാം ഇവരാരാ എന്താന്നൊക്കെ. പക്ഷേ ദേ, നിങ്ങൾ വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ അച്ഛനോടും അമ്മയോടും ബഹുമാനം ഇല്ലാതെ സംസാരിച്ചു. പക്ഷെ ഞാൻ അങ്ങനെയല്ല. പ്രായത്തിൽ മൂത്താരെ ബഹുമാനിക്കണം എന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അമ്മയെന്ന് വിളിച്ചത്. പിന്നീട് പത്മത്തോട് പറഞ്ഞു, അതെ അമ്മേ, ഞാൻ വേദയെ ഒന്ന് കണ്ട് സംസാരിക്കാനേ വന്നേ. വേദയെ കണ്ട് സംസാരിച്ച് ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. ഞാൻ മലയ്ക്ക് പോയ സമയത്ത് അവൾ വീട് വിട്ടു പോന്നു. അതിന് കാരണം എന്താണെന്ന് അറിയണം. അതിനുശേഷം ഞാൻ പോയിക്കോളാന്ന് പറഞ്ഞു. ഈ സമയത്ത് ദീപ്തി അകത്തേക്ക് കയറി പോന്നിരിക്കുമ്പോൾ വർഷ വെച്ച്, നീ എങ്ങോട്ടാ? ദീപ്തി ഒന്നും മിണ്ടിയില്ല. ദീപ്തി അകത്തേക്ക് കയറിച്ചിട്ട് വേദയെ വിളിച്ചു. വേദേച്ചി താഴേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞു. എന്താ? അവിടെ വിക്രമേട്ടൻ വന്നിട്ടുണ്ട്. ശ്രീയേട്ടനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കും തോന്നേ, അടി ഉണ്ടാകുന്നാ തോന്നേന്ന് പറഞ്ഞു. കേട്ട പാതി കേൾക്കാത്ത പാതി വേദ താഴേക്ക് ഇറങ്ങി വരുവാണ്. അപ്പോഴേക്കും ഉന്തും തള്ളും തുടങ്ങിയിട്ടുണ്ടായിരുന്നു വിക്രവും ശ്രീകാന്തും തമ്മിൽ. ഒടുവിൽ ശ്രീകാന്ത് വിക്രത്തെ തള്ളി താഴെയിട്ടു. അടിക്കാണ്ട് തുടങ്ങുമ്പോഴത്തേനും വേദ വന്നിട്ട് ഒന്നും നിർത്തുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്ക് ശ്രീകാന്ത് ഞെട്ടിപ്പിഴഞ്ഞ് നോക്കുവാണ്. പെട്ടെന്ന് വേദ അങ്ങോട്ടേക്ക് വന്നു. നിലത്ത് കിടക്കുന്ന വിക്രത്തിന് നേരെ കൈ നീട്ടുവാണ്. എൻ്റെ കയ്യെ പിടിച്ചെഴുന്നേറ്റോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.